എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഡോക്ടർ സഹീദ, കൺസൾട്ടൻറ്റ് ഫാമിലി ഫിസിഷ്യൻ, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, മലപ്പുറം. ഫാറ്റി ലിവർ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രായഭേദമന്യേ സ്ത്രീകളിലും പുരുഷന്മാരിലും കുട്ടികളിലുമെല്ലാം കാണപ്പെടുന്ന ഒരു രോഗാവസ്ഥയാണ് ഫാറ്റി ലിവർ. ഇന്ത്യയിലെ ഇന്നത്തെ കണക്കനുസരിച്ച് ഒരു 3 ഇന്ത്യക്കാരിൽ ഒരാൾക്ക് ഫാറ്റി ലിവർ ഉണ്ട്. എന്താണ് ഫാറ്റി ലിവർ? നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് ലിവർ. ലിവറിലെ കോശങ്ങളിൽ അമിതമായി കൊഴുപ്പ് അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന അസുഖമാണ് ഫാറ്റി ലിവർ. ഇത് 2 വിധത്തിലുണ്ട്: ആൽക്കഹോളിക് ഫാറ്റി ലിവർ ആൻഡ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ. എന്താണ് ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന് നോക്കാം. അമിതമായി മദ്യപിക്കുന്നവരിലാണ് ആൽക്കഹോളിക് ഫാറ്റി ലിവർ കാണപ്പെടുന്നത്. നമ്മുടെ ശരീരത്തിൽ ആൽക്കഹോൾ എത്തിക്കഴിഞ്ഞാൽ അത് ഡീടോക്സിഫൈ ചെയ്യുന്നത് ലിവറിലെ സെല്ലുകളാണ്. അമിതമായി മദ്യപിക്കുന്നവരിൽ ലിവറിലെ സെല്ലുകൾക്ക് ഡാമേജ് വരികയും അത് ഫാറ്റി ലിവറിന് കാരണമാവുകയും ചെയ്യും. ഇനി നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നോക്കാം. നമ്മുടെ ശരീരം അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം എടുക്കുന്നത് നമ്മൾ ഭക്ഷണത്തിലൂടെ എടുക്കുന്ന കാർബോഹൈഡ്രേറ്റിൽ നിന്നും ഫാറ്റിൽ നിന്നുമൊക്കെയാണ്. ഈ കാർബോഹൈഡ്രേറ്റ് ശരീരത്തിലെത്തിക്കഴിഞ്ഞാൽ ഗ്ലൂക്കോസായി മാറ്റപ്പെടുകയും ഈ ഗ്ലൂക്കോസിൽ നിന്നുമാണ് എനർജി ഉൽപ്പാദിപ്പിക്കുന്നത്. കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണം അധികമായി കഴിച്ചു കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് അമിതമായി നമ്മുടെ ശരീരത്തിലെത്തുകയും അത് ഫാറ്റായി ലിവറിലും ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും അടിഞ്ഞുകൂടുകയും ചെയ്യുന്നു. അതുപോലെ കൊഴുപ്പ് അധികമുള്ള ഭക്ഷണ സാധനങ്ങൾ നമ്മൾ സ്ഥിരമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഈ എക്സ്ട്രാ വരുന്ന ഫാറ്റ് ലിവറിലും മറ്റു ശരീരഭാഗങ്ങളിലും അടിഞ്ഞുകൂടും. ഫാറ്റി ലിവർ ഉണ്ടാക്കാൻ കാരണമായ മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളാണ് പ്രോസസ്ഡ് മീറ്റ്, റെഡ് മീറ്റ് എന്നിവ. മറ്റൊരു പ്രധാനപ്പെട്ട ഭക്ഷണമാണ് ഫ്രക്ടോസ് അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ. ഏതൊക്കെ ഭക്ഷണത്തിലാണ് ഫ്രക്ടോസ് അടങ്ങിയിട്ടുള്ളത്? നമ്മൾ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും കടകളിൽ നിന്നും ലഭിക്കുന്ന പാക്കറ്റുകളിൽ ലഭിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ, ബിസ്ക്കറ്റ്, ബേക്കറി ഐറ്റംസ്, ബോട്ടിൽഡ് ജ്യൂസസ്, കൂൾ ഡ്രിങ്ക്സ്, വിവിധ ഇനം സോസുകൾ, ഇവയിലെല്ലാം ഫ്രക്ടോസ് അടങ്ങിയിട്ടുണ്ട്. അതുമാത്രമല്ല, നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന പഞ്ചസാര, ടേബിൾ ഷുഗർ, ഇതും ഫ്രക്ടോസ് അടങ്ങിയ ഒരു ഭക്ഷണ പദാർത്ഥത്തിലൂടെ നമ്മുടെ ശരീരത്തിലെത്തുന്ന ഫ്രക്ടോസ് ശരീരത്തിലെത്തിക്കഴിഞ്ഞാൽ ഗ്ലൂക്കോസായി മാറുകയും അമിതമായുള്ള ഈ ഗ്ലൂക്കോസ് കൊഴുപ്പായി നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുകയും ചെയ്യുന്നു. ഫ്രക്ടോസിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് അതിന് അഡിക്ഷൻ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കടകളിൽ നിന്നും ലഭിക്കുന്ന ഭക്ഷണങ്ങൾ നമ്മൾക്ക് വീണ്ടും വീണ്ടും വാങ്ങിക്കഴിക്കാനുള്ള ആഗ്രഹം ഉണ്ടാകുന്നത്. അപ്പോൾ ഫാറ്റി ലിവറിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട ഭക്ഷണങ്ങളാണ് ഹൈ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ, കൊഴുപ്പ് അധികമുള്ള ഭക്ഷണ സാധനങ്ങൾ, റെഡ് മീറ്റ്, പ്രോസസ്ഡ് മീറ്റ്, അതുപോലെ ഹൈ ഫ്രക്ടോസ് കണ്ടൻറ്റുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഇവയെല്ലാം. ഫാറ്റി ലിവർ അതിൻ്റെ ഏർലി സ്റ്റേജിൽ പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും കാണിച്ചു കൊള്ളണമെന്നില്ല. മിക്ക പേഷ്യൻസിലും മറ്റെന്തെങ്കിലും അസുഖങ്ങൾക്ക് വേണ്ടി സ്കാൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴോ ആണ് ഫാറ്റി ലിവർ ഡയഗ്നോസ് ചെയ്യുന്നത്. എന്നാൽ കാലക്രമേണ ഈ ഫാറ്റി ലിവർ കൺട്രോൾ ആവാതെ വരികയും അത് പിന്നെ കരൾ വീക്കത്തിലേക്കും ഫൈബ്രോസിസിലേക്കും സിറോസിസിലേക്കും അവസാനം ലിവർ ക്യാൻസറിലേക്ക് വരെ നയിക്കുന്നു. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഫാറ്റി ലിവർ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അതല്ലെങ്കിൽ ഓൾറെഡി ഫാറ്റി ലിവർ വന്നു കഴിഞ്ഞ ഒരു പേഷ്യൻ്റ് അതെങ്ങനെ പ്രോഗ്രസ് ചെയ്യാതെ ശ്രദ്ധിക്കാം? പ്രധാനമായും ചെയ്യേണ്ടത് ബോഡി വെയ്റ്റ് നോർമലാക്കി വെക്കുക എന്നുള്ളതാണ്. അമിതവണ്ണം അല്ലെങ്കിൽ പൊണ്ണത്തടിയുള്ള ഒരാൾ തൻ്റെ ബോഡി വെയ്റ്റിൻ്റെ 10% 6 മാസം കൊണ്ട് കുറച്ചെടുക്കാൻ അയാൾക്ക് സാധിക്കണം. എന്നാൽ ഫാസ്റ്റായിട്ട് ബോഡി വെയ്റ്റ് കുറയ്ക്കുന്നത് ലിവർ സെൽസിനെ പ്രതികൂലമായി ബാധിക്കുന്നു. അതുകൊണ്ട് തന്നെ പഠനങ്ങൾ പറയുന്നത് ഓവർ 6 months അറ്റ്ലീസ്റ്റ് 10% ഓഫ് ബോഡി വെയ്റ്റ് കുറച്ചെടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രധാനമാണ് റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക എന്നുള്ളത്. ആഴ്ചയിൽ 5 ദിവസമെങ്കിലും അരമണിക്കൂർ വീതം റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുന്നത് ഫാറ്റി ലിവർ വരാതെ തടയുന്നതിനും ഉള്ള ഫാറ്റി ലിവർ പ്രോഗ്രസ് ചെയ്യാതെ ഇരിക്കുന്നതിനും സഹായിക്കും. അതുപോലെ പ്രമേഹമുള്ള രോഗികളിൽ ബ്ലഡ് ഷുഗർ കൂടുതലുള്ള രോഗികളിൽ ഷുഗറിൻ്റെ ലെവൽ എപ്പോഴും 200-ന് താഴെ ആയിരിക്കാൻ ശ്രദ്ധിക്കണം.
HbA1c ആണെങ്കിൽ 7 താഴെ കീപ്പ് ചെയ്യേണ്ടതും ആണ്. ബ്ലഡ് പ്രഷറും ബ്ലഡ് കൊളസ്ട്രോളും കൺട്രോൾ ചെയ്യുക എന്നുള്ളതും ഫാറ്റി ലിവർ പ്രോഗ്രസ് ചെയ്യാതിരിക്കുന്നതിന് വളരെ പ്രധാനമാണ്. ബ്ലഡ് പ്രഷർ, ബ്ലഡ് ഷുഗർ, കൊളസ്ട്രോൾ, ഫാറ്റി ലിവർ ഇവയെല്ലാം ഒരേ സിൻഡ്രത്തിൻ്റെ ഭാഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവ മൂന്നും കൺട്രോൾ ചെയ്യുക എന്നുള്ളത് ഫാറ്റി ലിവർ ട്രീറ്റ്മെൻറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അധികമായി ഒമേഗ-3 ഫാറ്റി ആസിഡ് അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്തുക, നിത്യജീവിതത്തിൽ ഉൾപ്പെടുത്തുക. ഏതൊക്കെയാണ് ഒമേഗ-3 ഫാറ്റി ആസിഡ് അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ? വാൾനട്ട്, ചിയ സീഡ്, ഫ്ലാക്സ് സീഡ്, ചില ഇനം മത്സ്യങ്ങൾ, ഇവയിലെല്ലാം ഒമേഗ-3 ഫാറ്റി ആസിഡ് ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇവ നമ്മുടെ ബ്ലഡിലെ കൊളസ്ട്രോൾ ലെവൽ ക്രമീകരിക്കാൻ സഹായിക്കുകയും അതുവഴി ഫാറ്റി ലിവർ പ്രോഗ്രസ് ചെയ്യുന്നത് തടയുകയും ചെയ്യും. അതുപോലെ തന്നെ ഹൈ ഫ്രക്ടോസ് കണ്ടൻ്റ് ഉള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നിത്യജീവിതത്തിൽ നിന്നും ഒഴിവാക്കുക. കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ലോ ഫ്രക്ടോസ് കണ്ടൻ്റ് ഉള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ആവശ്യത്തിന് പച്ചക്കറികളും ഇലക്കറികളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അറ്റ്ലീസ്റ്റ് 2 ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം കുടിച്ചിരിക്കണം. ഇത്രയെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ലിവറിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യും. ഈ കാർബോഹൈഡ്രേറ്റ് ആണെങ്കിലും ഫാറ്റ് ആണെങ്കിലും നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമുള്ള ഘടകങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ നമുക്ക് സാധിക്കില്ല. എന്നാൽ അതിൻ്റെ അളവ് ക്രമീകരിച്ച് നമ്മുടെ ഡയറ്റ് നമുക്ക് മോഡിഫൈ ചെയ്യാവുന്നതാണ്. ലോ കാർബോഹൈഡ്രേറ്റ്, ലോ ഫാറ്റ് ഡയറ്റ് നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കുക. കൂടെ പ്രോട്ടീൻ അധികമടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളും പച്ചക്കറികളും ഫ്രൂട്ട്സും ഭക്ഷണശീലത്തിൻ്റെ ഭാഗമാക്കുക. ഇങ്ങനെ ചിട്ടയായ വ്യായാമക്രമത്തിലൂടെയും ആരോഗ്യകരമായ ഭക്ഷണശീലത്തിലൂടെയും നമ്മുടെ ലിവറിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയും.